സംസ്ഥാന സർക്കാരിന്റെ പുതിയ സ്പീഡ് റെയിൽ പരിഗണിക്കാമെന്ന് കേന്ദ്രം പാർലമെന്റിൽ നിലപാടറിയിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശ്രീധരന്റെ പൊന്നാനിയിലെ അതിവേഗ റെയിൽ ഓഫീസിൽ വ്യക്തമായ മറുപടിയില്ലാതെ കേന്ദ്ര റെയിൽവേ മന്ത്രി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അതിന് എങ്ങും തൊടാത്ത മറുപടിയാണ് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയത്. ഉദാഹരണത്തിന് പൊന്നാനിയിൽ ശ്രീധരൻ അതിവേഗ ഓഫീസ് തുറന്നു. അത് സർക്കാരിൻ്റെ അനുമതി ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. എന്തൊക്കെയാണ് വിഷ്ണു അശ്വിനി വൈഷ്ണവ് പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ? ഷമി, കേരളത്തിലെ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് രാജ്യസഭയിൽ ഉയർന്നു വന്നത്. ജോൺ ബ്രിട്ടാസ് എം പിയുടെയും അതോടൊപ്പം തന്നെ ഹാരിസ് ബിനാൻ എം പിയുടെയും ചോദ്യങ്ങളാണ് ഇന്ന് രാജ്യസഭയിൽ ഉയർന്നു വന്നത്. എന്തായാലും കേരളത്തിന് നിലവിൽ നേരത്തെ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്ന് പറഞ്ഞ അശ്വിനി വൈഷ്ണവ് അതോടൊപ്പം തന്നെ സംസ്ഥാനം സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ അതിവേഗ റെയിൽ പരിഗണിക്കാം എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ട സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തണമെന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും സ്ഥലമേറ്റെടുപ്പ് മന്ദഗതിയിലാണ് നടക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ജോൺ ബ്രിട്ടാസ് എം പി കൃത്യമായി തന്നെ ചോദിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്, നിലവിൽ ശ്രീധരൻ മലപ്പുറത്ത് ഓഫീസ് തുറന്നത് കേന്ദ്ര മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. പക്ഷെ അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല. അതിനു പകരം ആ ഓഫീസ് തുറന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു മറുപടി മാത്രമാണ് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ, സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ അതിവേഗ റെയിൽപാത പരിഗണിക്കാം എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷമി, ഈ അതിവേഗ റെയിൽപാത സംബന്ധിച്ച് തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം എന്നാണ് അശ്വിനി വൈഷ്ണവ് പറയുന്നത്. എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? എത്ര തവണ നമ്മൾ കേന്ദ്രത്തിന് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്, അപ്പോഴും അതിന് അനുമതി നൽകാതെ ആ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്താൽ മതി എന്ന മട്ടിലാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ് എന്നൊരു കാര്യം കൂടി അശ്വിനി വൈഷ്ണവ് ഇന്ന് മറുപടിയിൽ പറയുകയുണ്ടായി. അതായത് സംസ്ഥാന സർക്കാർ സമ്മതം അതിന്റെ ഒരു താല്പര്യം അറിയിച്ചാൽ പുതിയ പാത പരിഗണിക്കാം എന്നതാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. നേരത്തെ നിർദ്ദേശിച്ച സിൽവർ ലൈൻ പ്രായോഗികമല്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നിലപാട് കൂടി സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ഥലമേറ്റെടുപ്പിൽ സംസ്ഥാന സർക്കാർ കുറെ കൂടി വേഗത്തിലാക്കണം എന്നൊരു കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് കടന്ന് കുറച്ച് രാഷ്ട്രീയം കൂടി എന്തായാലും ഇന്ന് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് കേരളത്തിൽ ശബരിപാത BJP സർക്കാർ, NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിപാത പൂർത്തിയാക്കും. ഇപ്പോൾ ആ ശബരിപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുപ്പൊക്കെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ എന്നതടക്കം ഒരു സംശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരമൊരു രാഷ്ട്രീയം കൂടി ഇന്ന് അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഷമി, വിഷ്ണു, അതായത് 7 അതിവേഗ കോറിഡോറുകൾ അനുവദിക്കാൻ കേന്ദ്രം ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. കേരളത്തിന് ഒരു ലൈൻ പോലും അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. വലിയ തോതിലുള്ള എതിർപ്പ് കേരളത്തിലെ BJP അടക്കം ഉയർത്തുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ. ആ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മറുപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല വിഷ്ണു, ഇപ്പോൾ ശ്രീധരൻ്റെ ഓഫീസിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നത് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. ഇതെന്താ ഇത്? കുടുംബക്കാര്യം വല്ലോ ആണോ? BJPക്കാരുടെ കുടുംബ വിശേഷം വല്ലോ ആണോ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ? ഇത് ഈ രാജ്യത്തിനൊരു സംവിധാനമില്ലേ? അവർക്ക് ഒരാൾ ഇവിടെ വരുന്നു, ഓഫീസ് തുറക്കുന്നു, മറ്റൊരാൾ അവിടെ ഇരുന്ന് കൈയടിക്കുന്നു. എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഷമി, എന്തായാലും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു നിലപാട് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അതിവേഗ റെയിലുകളുടെ കാര്യത്തിൽ
കഴിഞ്ഞ ബജറ്റിൽ 7 അതിവേഗ റെയിൽപാതകളാണ് കൊറിഡോറുകളാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിലും കേരളത്തിന് ഒരു പാത പോലും പ്രഖ്യാപിക്കാത്ത നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ശ്രീധരൻ കേരളത്തിൽ ഓഫീസ് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ 7 അതിവേഗ റെയിൽ കൊറിഡോറുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലപ്പോഴും ഈ ശ്രീധരന്റെ ഉപദേശം തേടിയിരുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ 7 അതിവേഗ പാതകളിൽ ഈ ശ്രീധരന്റെ ഉപദേശം തേടിയിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ശ്രീധരൻ കേരളത്തിൽ അതിവേഗ റെയിൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഓഫീസ് തുറന്ന ഒരു സാഹചര്യം കൂടിയുള്ളത്. ഷമി.